കമാ ദക്കറു ഷെയ്ഖുന അബുൽ അത്താഇ മുഹമ്മദ് ബിൻ ഹസൻ ജഫരി റഹ്മഹുല്ലാഹു തആല. ഈ മഹാനവറുകൾ പറഞ്ഞതുപോലെ ഈ പറഞ്ഞതിന് അടുത്ത് വരുന്ന ഒന്ന് എന്താ ഒന്ന് ബാഗുന്നാസി ചില ജനങ്ങൾ അതിനെ പതിവാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ ഒന്ന് ഈ പറഞ്ഞടുത്ത് വരും. ആ എന്താ നോക്കാം. അന്നഹു ഇതാ അസാബ്, ഏത് ഈ 1000 വിളിക്കുന്നതിനടുത്ത് ഇതാ അസാബ അഹദൻ കുർബത്തുൻ വശിദ്ദത്തുൻ, അതികഠോരമായ വിഷമാവസ്ഥകൾ, മനപ്രയാസം, ബുദ്ധിമുട്ടൊക്കെ എത്തിയൊരാൾക്ക്. അങ്ങനെ വന്നപ്പോ യഇസ്മു അലാ ഇഖ്റാഇ ആദിൽ ഖസീദത്തി, ഈ പറഞ്ഞ കുത്തുബിയത്ത് വായിപ്പിക്കണം എന്ന് അയാൾ കരുതി. അങ്ങനെ ഉണ്ടായാൽ കരുതും, ഉറപ്പിക്കും. അലാൻ ഇതായി അൽഫമറ, 1000 വട്ടം ശേഖനെ വിളിക്കണം എന്നുമാണ് ഉറപ്പിക്കുക. ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ നിശ്ചാക്കാർ അങ്ങനെ എല്ലാവരും ഒത്തുകൂടുമ്പോ എന്താ പണി? അതവൻ ഗസീറൻ മിനന്നാസി, അങ്ങനെ വരുമ്പോ ഈ ജനങ്ങൾ കുറച്ച് ആൾക്കാരെ അവരൊരുമിച്ച് കൂട്ടും. ഈ ബാദിനാസ് കരുതുമ്പോ അദ്ദേഹം കുറച്ച് ആൾക്കാരെ എണ്ണിക്കൂട്ടി കൊണ്ടുവരും എന്ന്. ഇതാണ് ഇപ്പൊ പതിവായി കാണുന്നത്. ലാഹിറാണല്ലോ. അന്നനീയത്ത ഹാദൽ ജാമിഅബി 70 ആവുലായി അതിൽ കെസറത്തി, ഇത്രയും എണ്ണത്തെ ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് ക്ഷണിച്ചുകൊണ്ട് ഈ വിളിക്കുന്ന ഒരുമിച്ച് കൂട്ടുന്ന ഈ സംഗതി ആളെ കരുത്തെന്താണ്? അൽ മദ്ഹുൽ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹു, ഷെയ്ഖ് അവരുടെ പുകഴ്ത്തുക. വകസറത്തു തർവിയത്തി അൻഹു, അദ്ദേഹത്തെ തൊട്ട് തർവിയത്ത് അധികരിപ്പിക്കുക. എല്ലാവരും കൂടുമ്പോൾ തർവിയത്ത് കൂടുമല്ലോ. വകസറത്തുൽ ഇസ്തിആസത്തി ബിഹി, അദ്ദേഹത്തെ കൊണ്ട് സഹായം തേടുക, അത് അധികരിപ്പിക്കുക എന്നാണല്ലോ 10-100 ആൾക്കാരെ വിളിച്ചു കൊണ്ട് കുത്തുബി ചേർത്തുമ്പോൾ ഉദ്ദേശം. അങ്ങനെയാണല്ലോ. എന്നിട്ട് എന്ത് ചെയ്യും? ആൾക്കാർ കൂട്ടിയിട്ട് ഇങ്ങനെ കൂടിയ ആൾക്കാരൊക്കെ ഇവിടെ വിഹിതിക്കും. അൽ അൽഫൽ മദ്കൂറ, 1000 എന്ന് പറയുന്ന ഈ എണ്ണത്തിന് അവർ വിഹിതിക്കും. അല അതിന് റൂസി, അവരിൽ കൂടിയ ആൾക്കാർ എത്രയാണോ ആൾക്കാർക്ക് ഓരോരുത്തർക്ക് ഇത്തരം എണ്ണണം. അങ്ങനെ എണ്ണ ഇടുമ്പോൾ അത് പൂർത്തീകരിച്ചുകൊണ്ട് 1000 പൂർത്തിയാക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ പറഞ്ഞ ഇസ്മു മസ്തറല്ല, അത് തന്നെ അറിയിക്കുന്നത് എന്നാണ്. അപ്പൊ വൈദാക്കാരും അശറത്തൻ മസൽ, ഉദാഹരണമായി പറയാൻ 10 ആൾക്കാരാണ്. പള്ളിക്കത്തെ ഉസ്താദും വല്ലാക്കി, ബാക്കി 8 ആൾ മാറി പിടിച്ചു. ഇങ്ങനെ 10 ആളായി. ഇങ്ങനെ 10 ആൾ കൂടിക്കൊണ്ടാണ് ഇപ്പൊ കുത്തുബേറ്റ് ചെല്ലുന്നത്. അങ്ങനെ കുത്തുബേറ്റ് ചെല്ലുമ്പോ ഈ 10 ആൾ കൂടുമ്പോ ഇവിടെ 1000 പൂർത്തീകരിക്കേണ്ടതുണ്ടല്ലോ. ഈ 1000 പൂർത്തീകരിക്കൽ എങ്ങനെയാ? ഈ 10 ആൾ കൂടുമ്പോ ഈ 1000 പൂർത്തീകരിക്കൽ ഇപ്പൊ എങ്ങനെ? അതാ ഈ 10 ആള് മസൽ ഉദാഹരണമായി പറയാം. 10 ആൾ യുനാദി കുല്ലും നിൽക്കും. ഈ 10 ആളുകൾ എല്ലാം ഓരോരുത്തരും വിളിക്കും. മറത്തൻ 100 വട്ടം വിളിക്കും. മറത്തൻ, അപ്പൊ 100 വട്ടം വിളിക്കും. അങ്ങനെ 10 ആള് കൂടുമ്പോ 10-100 കൂടുമ്പോ 1000 ആയില്ലേ? അങ്ങനെ 1000 തേക്കും എന്നാണ്. അപ്പോൾ ഈ പറഞ്ഞത് മുനാബില്ലി ഖസ്ദിദ്ദായി, ഇവിടെ ക്ഷണിച്ചവിടെ ഉദ്ദേശം എന്താണ്? ആ 1000 വട്ടം വിളിക്കണം എന്നല്ലേ? ഈ 1000 വട്ടം വിളിച്ചിട്ട് അങ്ങനെ വന്നപ്പോ ഇവിടെ ഓരോരുത്തരും 100 വീതിക്കല്ലേ? അപ്പോ ഇവിടെ ക്ഷണിച്ചവിടെ ഉദ്ദേശം എന്താണ്? അതിനോട് എതിരായി വരുന്ന ഒന്നല്ലേ ഇത്? വല്ലത്തനബഹ് ദാലിക, ഈ പറഞ്ഞ വിഷയത്തിലേക്ക് നിന്ന് ഉണർന്നു നോക്ക്. അങ്ങനെയല്ലുള്ളത്. അപ്പൊ കുത്തുബേക്ക് തീർച്ചയാക്കി 1000 വട്ടം വിളിക്കണം എന്ന് വന്നാൽ ഓരോരുത്തരും 1000 വട്ടം വിളിക്കണമെന്നല്ലേ വരിക? എല്ലാവരും കൂടി 1000 എന്നല്ലല്ലോ. വിളിച്ചാൾ ഉദ്ദേശം അതല്ലല്ലോ ഉണ്ടാവുക. ഓരോരുത്തരും 1000 വട്ടം ചെല്ലുന്നതല്ലേ വരിക? ഇങ്ങനെ 10 ആള് വിളിച്ചിട്ട് 10 ആള് 100 വീതിച്ചുകൊണ്ട് 1000 പൂർത്തീകരിച്ചിട്ട് എന്താ? അത് വിളിച്ച ആളുടെ ഉദ്ദേശത്തിനെതിരല്ലേ എന്നാണ്. ഒന്ന് ഉണർന്നിട്ട് നോക്കിയ വിഷയത്തിലേക്ക്. അതാ പറയണത്. നമുക്കൊന്ന് പറയാം. വക്കാല ഭാഗവും ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിന്. യക്ഫി ലിമൻ ദാവമ അലാ ഖിറാഅത്തിഹ, ഈ പറയുന്ന കുത്തുബിയത്ത് പതിവായി ചെല്ലുന്ന ആൾക്ക് മതി. അന്നിദാവ് സലാസമ സലാസന 33 വട്ടം വിളിച്ചാൽ മതി. എന്നേലും ഒരിക്കൽ വിളിക്കുന്ന ആൾക്കാരല്ല, പതിവായി വിളിക്കുന്ന ആൾക്കാർ. അപ്പൊ ഇങ്ങനെ പല രീതിയിലുമുണ്ട്. അപ്പൊ നമ്മൾ കുത്തുബിയത്ത് നടത്തുമ്പോൾ മൂല്യന്മാരൊക്കെ വന്നിട്ട് എത്ര എണ്ണം എടുക്കും, എന്നിട്ട് ആൾക്ക് വീതിച്ച് കഴിച്ചതാണ് ഇപ്പൊ ഉള്ളത്. സംഗതി 1000 പൂർത്തീകരിക്കണം എന്നാ. ഓരോരുത്തരും 1000 പൂർത്തീകരിക്കുമ്പോ എത്ര വരും? സമയം പിടിക്കും. വസ്തസ്കലബാന്ധവും എന്ന ചില ആൾക്കാർ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പതിവായി ഇത് ചെല്ലുന്ന ആളുകൾക്കുള്ള വിളി ഈ പറയുന്ന ബെയ്ത്ത് മദ്ഹുൽ റളിയല്ലാഹു
ഔസ് തങ്ങളെ മദ്ഹ് ചെയ്യലാണ് എന്നല്ലേ വരിക. അങ്ങനെ വരുമ്പോ ആ ഐക്യത്തിൽ കൂടെ ഈ പതിവായി വിളിക്കുന്ന ആളുകൾക്കുള്ള വിളി എന്തിനാണ് എന്നാണ്. എന്തിനാ പതിവായി ചെല്ലുന്ന ആൾ മദ്ഹ് ചെയ്യുകയാണെങ്കിൽ മദ്ഹ് ചെയ്യല്ലേ, വെറുതെ വിളി എന്താ വിളിക്കല് എന്ന് വന്നപ്പോ സംശയം വന്നപ്പോ അയ്യാൽ നാല് പീക. അപ്പൊ ആ ഖസീദയിൽ നാല് വിശദീകരിക്കുകയാണ്. മാതക്കറവും അൽ ഔസ്, ഔസ് തങ്ങൾ പറഞ്ഞതായി ഒന്ന് വിശദീകരിക്കുകയാണ് ചെയ്യണത്. അന്നഹുമൻ നാദാഹു അൽഫമറ, 1000 പ്രാവശ്യം ശൈഖവറുകളെ ആരെങ്കിലും വിളിച്ചാൽ അജാബഹു സരിയൻ, അതിവേഗത്തിൽ എന്താണ് ശൈഖവറുകൾ ഉത്തരം നൽകും എന്നാണല്ലോ അത് ശൈഖ് പറഞ്ഞു. അത് ഞാനെന്തായി ഈ ഖസീദിനെ പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. അല്ലെ പതിവായി ചെല്ലുന്ന ആളുകൾക്ക് മദ്ഹ് എന്ന് വെച്ചിട്ട് പിന്നെ എന്ത് ദുആ ആണെന്ന് ചോദിച്ചത് ഫലൈസ ഫീഹ. അങ്ങനെ വരുമ്പോ ഈ പറയുന്ന ഖസീദയില് ദുആ ഇല്ല, തർഗീബു ഫീ, അതിൽ ആഗ്രഹിപ്പിക്കുന്ന സംഗതിയുമില്ലല്ലോ. ബൽ പിന്നെയോ എന്താണുള്ളത്, ഇൻകാൻ ഖാരിഉ മഖ്റൂബൻ, വളരെ പ്രയാസപ്പെട്ട ആളാണിത് വായിക്കുന്ന ആളെങ്കിൽ അറാദ കശ്ഫ് കുർബത്തിഹി, അയാളുടെ വിഷമം തീർന്നു കിട്ടാൻ വേണ്ടി ഉദ്ദേശിക്കും ചെയ്താൽ നാദ, അയാൾ വിളിക്കുന്നു, അയാളെ പ്രാർത്ഥിക്കുന്നില്ലല്ലോ എന്നാണ്. ഇല്ല, അങ്ങനെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിഷമം കാര്യങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുക. എന്നാ ഖറഅൽ ഖസീദത വദാവമ അലാ ഖിറാഅതിഹ ബിലാ നിദാഇൻ വലാ സലാത്തിൻ, അവിടെ നിസ്കാരമില്ല, ഒരു വിളിയില്ല, ഒന്നുമില്ലാതെ ഈ ഖസീദ അങ്ങനെ ചെല്ലുന്നു. അങ്ങനെ ചെല്ലുന്നതിന് ഒരാൾ പതിവാക്കുന്നു, ഈ ഖസീദ വായിക്കുന്നു എന്നേ അല്ലേ ഉള്ളൂ. വഹകദാ കമാ യഖൂൽ ഫുഖഹാ, ഇതാണ് ഫുഖഹാക്കൾ പറഞ്ഞതുപോലെ ഉള്ളത്. മൻ തഅദ്ദറ അലൈഹി ഹാജത്തുൻ, ഒരാൾക്കൊരു പ്രയാസം, ഹാജത്ത് വീടാൻ പ്രയാസമാണ്. അപ്പൊ അറാദ ഖളാഹ, അങ്ങനെ ഹാജത്ത് വീട്ടിക്കിട്ടാനായി ഉദ്ദേശിക്കുമ്പോൾ ഫൽ യുസല്ലി, അപ്പൊ ഫുഖഹാക്കൾ പറയാം അങ്ങനെ ഉണ്ടെങ്കിൽ ഫൽ യുസല്ലി സലാത്തുൽ ഹാജത്തി, അയാൾ ഹാജത്തിന് നിസ്കാരം നിസ്കരിക്കട്ടെ. നിശ്ചയമായിട്ടും ഈ ഇബാറത്ത് വായിക്കുന്നവരിന്ന് ലായുത്തരവ് തേടപ്പെടുന്നില്ലല്ലോ. സലാത്തുൽ ഹാജത്തി, ഹാജത്തിന് നിസ്കാരം, ഇത് വായിക്കുന്ന ആൾ തേടപ്പെടുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, ഇന്ത തഅദ്ദുർ ഹാജത്തി, ആവശ്യ നിർവഹണം പ്രയാസമാകുമ്പോൾ മാത്രം നിസ്കരിക്കണം എന്നേ ഉള്ളൂ. അല്ലാതെ ഈ ഭാഗത്ത് വായിക്കുമ്പോൾ നിസ്കരിക്കണം എന്നിട്ട് തേടപ്പെടുന്നുണ്ടോ? ഇല്ലല്ലോ. ഇങ്ങനെയൊക്കെ പറയുന്നു. അമ്മൽ വൽ യുറാജ്, ഒന്ന് ആവർത്തിച്ച് മനസ്സിലാക്കി നോക്ക് എന്താ ഉള്ളത് എന്ന്. അങ്ങനെ അറിയാലോ. وقلت من له شيخ وإني له شيخ ومرشده حتى كأني له جليسه خلوة ومن لدني له وصل وكن هكذا لمحي الدين جليسه خلوة ومن അല്ല ومن. അതിന്റെ അർത്ഥം എന്താ? വഖുൽത, ശൈഖേ നിങ്ങൾ പറഞ്ഞിരിക്കുന്നു, മൻ ഒരുത്തൻ, ലാ ലഹു അവനില്ല, ഷെയ്ഖുൻ അവനെ നിയന്ത്രിക്കുവാനോ നിർവഹിക്ക് നടത്തുവാനോ ഷെയ്ഖില്ല. അങ്ങനെ ഷെയ്ഖില്ലാത്ത ഒരുത്തനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത് ഫഇന്നീ ലഹു, അങ്ങനെ ആർക്കെങ്കിലും ഷെയ്ഖില്ലെങ്കിൽ ഞാൻ അവന് ഷെയ്ഖാവുന്നു. നിശ്ചയം ഞാൻ അവന് ഷെയ്ഖുൻ, ഞാൻ അവന് ഷെയ്ഖാണ്, അവന്റെ നേതാവ് ഞാനാണ്, അവന്റെ ഗുരു ഞാനാണ്. ഓ മുർഷിദുഹു, ഞാൻ അവനെ നേർവഴിക്ക് നയിക്കുന്നവരും ഞാനായിരിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ അത്താക്ക അന്നീ ലഹു, നിശ്ചയമായിട്ടും ഞാൻ ആ ഒരു മനുഷ്യന്, ജലീസുഹു ഖൽവത്തൻ, ഒഴിഞ്ഞൊരു സ്ഥലത്ത് ഞാൻ അവന്റെ ഒരു കൂട്ടുകാരനെ പോലെ അടുത്തുണ്ടാവുന്ന. ഒമിൻ ലദുന്നി ലഹു, ആ ഒരു മനുഷ്യന് എന്നിൽ നിന്ന് വസ്ൽ ചേർത്തലുണ്ടാവും, മുറിയാതെ അവന്റെ കൂടെ ഞാൻ ഉണ്ടാവും. വക്കുൻ, അതുകൊണ്ട് അങ്ങനത്തെ ഒരാൾക്ക് നിങ്ങൾ ഷെയ്ഖാണെങ്കിൽ, കൂട്ടുകാരനാണെങ്കിൽ, ബന്ധമുള്ളവരാണെങ്കിൽ നാലു പറയുന്നു വക്കുൻ, നിങ്ങളാവണം. ഹാക്കദാലി, അതുപോലെ എനിക്കും നിങ്ങളാവേണ്ടതുണ്ട്. മുഹിയുദ്ദീൻ, ഷെയ്ഖ് മുഹിയുദ്ദീൻ തങ്ങളെ. അപ്പോ ഷെയ്ഖില്ലാത്തവർക്ക് ഷെയ്ഖാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹിയുദ്ദീൻ തങ്ങള്.
ആ ഷെയ്ഖ് അവന്റെ കൂട്ടുകാരനായി മാറും. ഷെയ്ഖിൽ നിന്ന് നല്ല ബന്ധമുണ്ടായിരിക്കുന്ന, അപ്പൊ ആ ഷെയ്ഖിനെ വിടാതെ പോകുക. അത്രത്തോളം ഒരു അധികാരം ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹിയുദ്ദീൻ തങ്ങൾക്ക് അള്ളാഹു തആല നൽകിയിട്ടുണ്ട്. അത്തരം ഷെയ്ഖുമാരുമായി ബന്ധപ്പെടുവാനും ജീവിക്കുവാനും റബ്ബ് നമ്മെ തുണക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി അതിന്റെ വ്യാഖ്യാനം فقل تملله شيخ وإني له شيخ ومرشده എന്നതിന്റെ വ്യാഖ്യാനം നോക്കാം. വഫിൽ ഖലാഇദി, ഖലാഇദി എന്ന് പറയുന്ന കിതാബ് മറിച്ചാൽ കാണാം ഖീല ലി ഷെയ്ഖ് അബ്ദുൽ ഖാദിർ, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങളോട് ചോദിക്കുകയുണ്ടായി. ആ ഒരു സംഭവം അതിൽ കാണാം. എന്താ ചോദ്യം? അറഅയ്ത, അങ്ങ് എനിക്ക് പറഞ്ഞു തരുക, ഇൻ തസമ്മ ലക വന്തസബ ഇലൈക റജുൽ, ഒരാൾ നിങ്ങളിലേക്ക് ചേർന്നു, നിങ്ങളുമായി ബന്ധപ്പെടുകയാണ്. എത്രത്തിൽ വലം യൗഖുദു മിൻക ബൈഅത്തൻ, നിങ്ങളെ ഷെയ്ഖായി അംഗീകരിച്ച് ബൈഅത്ത് ചെയ്തിട്ടില്ല, എന്നിരിക്കെ നിങ്ങളിലേക്ക് ചേരുന്നു, നിങ്ങളിലേക്ക് ബന്ധപ്പെടുന്നു. വലം യൽബസ് ലക ഹിർഖത്തൻ, നിങ്ങൾക്കൊരു ഹിർക്കത്ത് ധരിപ്പിച്ചിട്ടുമില്ല. ഷെയ്ഖായി അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ ഹിർക്കത്ത് തന്നാൽ ഒരു തുണിയൊക്കെ, ഒരു വസ്ത്രം, അങ്ങനത്തെ വസ്തുവിന് ധരിപ്പിക്കുകയും ചെയ്തിട്ടില്ല, ബൈഅത്തും ചെയ്തിട്ടില്ല, എന്നിരിക്കെ നിങ്ങളുമായി ഒരു ബന്ധപ്പെടാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ആ ഒരു വ്യക്തി അൽ യുഅദ്ദു മിൻ അസ്ഹാബിക, അങ്ങനത്തെ ഒരു വ്യക്തിയെ അങ്ങയുടെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ എണ്ണുമോ? ഇതാണ് ചോദ്യം. ഫഖാല, അപ്പോൾ ശൈഖ് അവർ പറഞ്ഞു, മൻ തസമ്മ ലി വന്തമാ ഇലയ്യ, എന്നെക്കൊള്ള ചേരുകയും ഞാനുമായി ബന്ധപ്പെടുകയും ചെയ്യുകയാണ് എങ്കിൽ ഖബിലഹുല്ലാഹു തആല, അല്ലാഹു അവനെ സ്വീകരിച്ചു, അല്ലാഹു അവനെ സ്വീകരിച്ചു. വലൗ കാന അലാ സബീലി മക്റൂഹൻ, വളരെ വെറുക്കപ്പെട്ടതായ വഴിയിലൂടെയാണ് അവൻ പോയതെങ്കിലും ഞാനുമായി ബന്ധമുണ്ടാവുകയും എന്നിലേക്ക് അവൻ ചേരാൻ ആഗ്രഹിക്കുകയും ചെയ്താൽ അല്ലാഹു അവനെ സ്വീകരിച്ചു. അങ്ങനെ വരുമ്പോൾ അല്ലാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ പേടിക്കാനല്ലോ, അതന്നെ എന്റെ മാർഗം. ഫഹുവ മിൻ ജുംലത്തി അസ്ഹാബി, അപ്പോൾ അവൻ ഞാൻ എന്റെ കൂട്ടുകാരായിട്ടും എന്റെ ശിഷ്യന്മാരായിട്ടും ഒക്കെ ഗണിക്കുന്ന കൂട്ടത്തിൽ അവരും പെടും. ഇങ്ങനെ ഇത് ഖലാഇദിൽ ഇപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ റെഡിയാ. ഇനി നമുക്ക് വേറൊരു കിതാബുണ്ടല്ലോ, ഒഫി തഫ്രീഹിൽ ഖാത്തിർ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. അതിനർത്ഥം തന്നെ എന്താ? ഹൃദയത്തെ സന്തോഷിപ്പിക്കുക എന്നാണല്ലോ. ഖാത്തിർ എന്ന് പറഞ്ഞാൽ ഹൃദയ അർത്ഥമുണ്ടല്ലോ. തഫ്രീഹ് എന്ന് പറഞ്ഞാൽ സന്തോഷിപ്പിക്കുക എന്നാണല്ലോ. അപ്പൊ അതിന്റെ സന്തോഷമുണ്ട്. നോക്കുക, ഇതൊക്കെറു ആ തഫ്രീഹുൽ ഖാത്തിറിൽ പറയുന്നു, അവർ പറഞ്ഞു എന്താ? അന്നഹുക്കാല, അപ്പൊ ഷെയ്ഖ് തങ്ങളുടെ ശിഷ്യന്മാര് പറയുകയാണ്, അന്നഹുക്കാല ബി മിസ്ര റജുലുൻ താജുർ റാസ്ഖൽ ഇഅ്തിഖാദി ഫി അഖ്ദിൽ ഗൗസിൽ അഅ്ലം. ഷെയ്ഖ് ഗൗസുൽ ആലം തങ്ങളുടെ ഹഖിൽ വളരെയധികം ആയത്തിലിറങ്ങിയ വിശ്വാസമുള്ള ബിസിനസ്സുകാരനായ ഒരാള് മിസ്രിലുണ്ടായിരുന്നു. വജസമ ബി ഖൽബിഹി, അദ്ദേഹത്തിന്റെ മനസ്സിൽ ആദ്യം ഉറച്ചു വെച്ചു. എന്താ ഉറപ്പ്? സുലൂക സിൽസിലത്തിഹി ഷരീഫ, ഷെയ്ഖ് അവറുകളുടെ ഒരു കണ്ണിയാവും, ഉന്നതമായ ഒരു കണ്ണി, ആ കണ്ണിയിൽ പ്രവേശിക്കുക എന്നുള്ളത് അയാൾക്കൊരു ദൃഢനിശ്ചയമുണ്ടായിരുന്നു. എങ്ങനെ? ബില്ലാ വാസിത്തത്തിൽ, ആരുമില്ല, നേരിട്ട് കണ്ണിയാവണം. ഷെയ്ഖിന്റെ മുരീദന്മാരും മറ്റൊന്നും ബന്ധപ്പെടാതെ നേരെ ഷെയ്ഖിന്റെ അടുത്തേക്ക് ചെല്ലണം. എന്നിട്ട് ആ ഷെയ്ഖുമായി കൊണ്ടൊരു കണ്ണിയായി ചേരണം. ഇതാണ് അയാളുടെ മനസ്സിലുള്ള ഒരു ദൃഢനിശ്ചയം. പക്ഷേ അങ്ങനെ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും വലം യതയസ്സർ ലഹു ദാലിക ഇലാ 40 സന, ഈ ആഗ്രഹം വെച്ചുകൊണ്ട് 40 വർഷക്കാലത്തോളം ആ ഒരു കാര്യം നേടിയെടുക്കാൻ അദ്ദേഹത്തിന് എളുപ്പമായില്ല. അങ്ങനെ ഇരിക്കെ സുമ്മ സാഫറ, 40 വർഷം കഴിഞ്ഞപ്പോൾ മൂപ്പര് യാത്ര പോയി. വസഇല ബഗ്ദാദ്, അങ്ങനെ ബഗ്ദാദ് രാജ്യത്തിലേക്ക് മൂപ്പര് എത്തിച്ചേർന്നു. അവിടെ ചെല്ലുമ്പോഴാണ് ഫസമിഅ ബി വഫാത്തി ഷെയ്ഖ്, ഷെയ്ഖ് മുഹിയുദ്ദീൻ തങ്ങൾ വഫാത്തായിട്ടുണ്ട് എന്നൊരു വിവരം അയാൾക്ക് ലഭിച്ചത്. ഷെയ്ഖ് മരിച്ചു പോയല്ലോ എന്നാണ്. അയാൾ വരുന്നതിനാ നേരെ ഷെയ്ഖിനെ കണ്ടുകൊണ്ട് ഷെയ്ഖിന്റെ മുരീദായി ഒരു കണ്ണിയാവണം. അതിന് വന്നതാ. 40 കൊല്ലത്തോളം കഴിഞ്ഞില്ല. 40 കൊല്ലം കഴിഞ്ഞിട്ടാ വരുന്നത്. പക്ഷെ അവൻ ഷെയ്ഖ് മരിച്ചു. അങ്ങനെ ഇരിക്കെ വകാദ യുഹിലിക്കു നഫ്സു, അദ്ദേഹത്തിന്റെ ശരീരത്തെ നശിപ്പിച്ചു കളയാൻ അടുത്തായി.
എന്തുകൊണ്ട് ലി ഫവാത്തി മുറാദിഹി, ഷെയ്ഖിനെ കണ്ട് ഒരു കണ്ണിയാവണം എന്നാണല്ലോ ഈ മിസ്റുകാരനായ ആളുടെ ആഗ്രഹം. ആ ആഗ്രഹം നഷ്ടപ്പെട്ടു പോയില്ല. അപ്പൊ ഷെയ്ഖില്ലല്ലോ, ഷെയ്ഖില്ല. അപ്പൊ എന്ത് ചെയ്യും? വളരെ വിഷമത്തിലായി. അങ്ങനെ ഇരിക്കുമ്പോ കബരിക്ക് എന്നാ ഇനി നേരെ ചെല്ലാൻ മാർഗമല്ല, ഇനി ഖബറുള്ളൂ. അങ്ങനെ ഷെയ്ഖ് അവരുടെ ഖബറിന്റെ അടുത്തേക്ക് സിയാറത്ത് ചെയ്യുവാൻ വേണ്ടി ഇയാൾ ചെന്നു. അങ്ങനെ ഖബറിൽ നിന്ന് ഷെയ്ഖ് അവറുകൾ അദ്ദേഹത്തിന് വെളിപ്പെട്ട് വന്നു. യദിഹി, അങ്ങനെ ഷെയ്ഖ് അവറുകൾ ഈ മനുഷ്യന്റെ കൈ പിടിച്ചു. എന്നെ ലക്ഷ്യമാക്കി വന്ന, എന്നെ സ്നേഹിച്ചു വന്ന ഒരു മനുഷ്യനുള്ളയാണ് മിസ്റും. ഷെയ്ഖ് വിട്ടില്ല. വഫാത്ത് കാലത്തിന്റെ ശേഷവും അത് നിറവേറ്റിക്കൊടുത്തു എന്ന അർത്ഥം. അങ്ങനെ ഷെയ്ഖ് അവറുകൾ അദ്ദേഹത്തിന് വെളിപ്പെട്ട് കൈപിടിച്ചു. അതിന് പകരം നൽകുകയും ചെയ്താ, ഞാൻ മരിച്ചിട്ടുണ്ട് എങ്കിലും ഞാൻ നിങ്ങളെ ഇതാ സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന് സ്വീകാര്യത നൽകുകയും അങ്ങനെ ഈ മനുഷ്യൻ ആ ഷെയ്ഖിന്റെ കണ്ണിയായി ചേരുകയും ഉന്നതനാവുകയും ചെയ്തു എന്നൊരു കഥ ഫിരീഹിൽ ഖാത്തിലിൽ കാണും. കേട്ടപ്പോ തന്നെ മനസ്സ് നല്ല സന്തോഷല്ലേ. അങ്ങനത്തെ ഒരു കഥയാണ് ഇതിലുള്ളത്. അപ്പൊ ഈ കഥയിൽ ഇപ്പൊ പറഞ്ഞെന്താ, മഹാനായ ആ മനുഷ്യൻ ഷെയ്ഖിനെ കണ്ടുങ്ങാണ്ട് മഹാനായ ഷെയ്ഖിന്റെ ഒരു മുരീദായി ഒരു കണ്ണിയാവണം, ഒരു ചെങ്ങലയാവണം എന്ന് ഉദ്ദേശിച്ചതാ. അതിനുവേണ്ടി പോയി കിട്ടിയില്ല. വഫാത്തായി. വഫാത്തിന് ശേഷവും ആ കാര്യം സാധിക്കാൻ വാശിത്തയില്ലാതെ നേരിട്ട് തന്നെ മാധ്യമമില്ലാതെ അയാൾക്ക് നേടിയെടുക്കാൻ കഴിയും എന്നാണ് കഥ. അങ്ങനെ ആ വിഷയം അവിടെ തീർന്നു. വഖദ് ബയ്യന്ന, ഇതൊരു സംശയം എന്താന്ന് ചോദിച്ചാൽ വഫാത്തിന്റെ ശേഷം സംഭവിക്കുമെന്നാണ്. വഖദ് ബയ്യന്ന ഇംകാന റുയത്തിൽ അംവാത്തി തഹത ഖൗലിൻ നാലിമി ഫി ബൈതിഹി ഖദ് യുലാഖി മുഹിയദ്ദീനി എന്ന് സദഖ്തുല്ലാ ഖാഹിരി തങ്ങൾ പാടിയ ബൈത്തിന്റെ അവിടെ അതിന്റെ അടിഭാഗത്ത് നമ്മൾ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. മരിച്ചുപോയ ആൾക്കാരെ കാണാൻ കഴിയും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗം എത്തുമ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക. ഫതനബ്, അവിടേക്ക് വേണ്ടി ഉണർന്നോ, അക്കാര്യം മനസ്സിലാക്കിക്കോ. അപ്പൊ നിനക്ക് ബോധ്യമാകും. മരിച്ച ആളുകൾക്ക് കാണാൻ കഴിയും, അവർ നേരിട്ട് കാണാൻ കഴിയും, സ്വപ്നത്തിൽ കാണാൻ കഴിയും, കാര്യം നേടാൻ കഴിയും, ഇതുപോലെ എന്ന് മനസ്സിലായല്ലോ. ഹതാക അന്നിലഹു ജലീസുഹു ഖൽവതൻ എന്നാണ്. അതിന്റെ അർത്ഥം എന്താ? ഐക അന്നീ റഫീഖുഹു അൽ മജാലിസ ലഹു ഫിൽ അംകിനത്തിൽ ഖാലിയത്തി അൻനാസി, ജനങ്ങളെല്ലാവരും തൊട്ട് തനിച്ച് ഒഴിഞ്ഞ ഒരു സ്ഥലത്തിൽ അവൻ ഇരിക്കുമ്പോൾ ആ ഇരിക്കുന്നോടത്തെല്ലാം ഞാൻ അവന്റെ ഒരു കൂട്ടുകാരനെ പോലെയായി മാറും എന്നാണ് ഷെയ്ഖ് അവർ പറഞ്ഞതിന്റെ അർത്ഥം. യോഫിൽ അബ്കാരി അൽ ഖാലിസത്തി അൽ ഗയ്യാരി, മാത്രമല്ല മനസ്സിന്റെ അകത്ത് അടിഞ്ഞുകൂടിയതായിരിക്കുന്ന ദുഷിച്ച ചിന്തകളായ അഴുക്കുകൾ, പൊടിപടലങ്ങൾ, അതിനെ തൊട്ടെല്ലാം ശുദ്ധിയായി തരിച്ചതായിരിക്കുന്ന ചിന്തകളിലും അവന്റെ കൂടെ ഞാൻ ഉണ്ടാകും. അങ്ങനെ ആത്മാർത്ഥമായി എന്നെ സ്നേഹിച്ചാൽ ഞാൻ അവന്റെ കൂട്ടുകാരനാണ്, ഞാൻ അവന് വേണ്ട സഹായം ചെയ്തു കൊടുക്കും. അതിനുള്ള കഴിവ് ശേഷം അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്.